ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ഓസ്ട്രേലിയയിലെ ടാസ്മാനിയൻ റോഡ്സ് പാർട്ട് 3-ലാണുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റി, അതുപോലെ തന്നെ റോഡ്, ടെറൈൻ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ വീഡിയോ ആണ്. നമ്മളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us ആൻഡ് വെൽക്കം ടു ഷെയറിൻ ടോക്സ്. നല്ല സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആയതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് അവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പാം ട്രീ ഒക്കെ പോലത്തെ ഒരു ട്രീ ഉണ്ടോ, ഈ ഒരു ട്രീ വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്, ചർച്ച് ഓഫ് അപ്പസ്തോൽസ്. ഇംഗ്ലീഷ് മാസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വരാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പള്ളിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു റാം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, അതായത് നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാർ ഡീലറാണ് ബഗ്ബി മോട്ടോഴ്സ്. നീൽ ബഗ്ബി എന്ന് പറഞ്ഞ ഒരാളുടെ ഇതാണ്, ഒരു ബിസിനസ്സാണത്. അപ്പം ഇവിടെ അത്യാവശ്യം വരുന്ന ആളുകൾ എല്ലാവരും തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കുന്ന ഒരു സ്ഥലം ഇവിടെ ബഗ്ബിയിൽ നിന്നാണ്. നമുക്കിവിടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നൊക്കെ വണ്ടികൾ എടുക്കുന്നത് അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള വണ്ടിയല്ല. അപ്പം നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ എടുക്കാത്തത്. ആരും അത് പ്രിഫർ ചെയ്യുന്നില്ല അധികം. ഞാൻ എടുത്തതും ഒരു ഡീലറിൻ്റെ നിന്നാണ്. കാരണം ഡീലറിൻ്റെ നിന്ന് വണ്ടി എടുക്കുന്ന ഒരു മിനിമം ഗ്യാരണ്ടി എപ്പോഴും നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം വാറണ്ടികളുള്ള വണ്ടികളൊക്കെ ഈ ഒരു ബഗ്ബി മോട്ടോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ് സത്യം. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറിപ്പോയിട്ടാണ് വേറൊരു വഴിക്ക് പോയത്. നമ്മളിന്ന് ഇപ്പം ഈ ഒരു ദിവസം പോകുന്നത് വേറൊരു റൂട്ടിൽ കൂടെയാണ്. അപ്പം ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേ ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഹൈവേ ഒന്ന് ടച്ച് ചെയ്തു എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് തോന്നരുത് ദൈവം ഇവിടെ ഹൈവേ ഒന്നും ഇല്ല, മുഴുവൻ ഇങ്ങനത്തെ കുഞ്ഞു വഴികളാണ് എന്ന് വിചാരിക്കില്ല. ഇതൊരു 70 റോഡാണ്. ഈ റോഡ് കുറേ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6-8 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ 100 റോഡിലേക്ക് കിടക്കും. പിന്നെ അങ്ങോട്ട് 100ഉം 80 ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ കിടക്കും. ഇപ്പം നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം, നമ്മളിപ്പം ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള കാറ്ററാജ് ഗോർജിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ കാറുകളൊക്കെ ഇറങ്ങി വരുന്നതും കയറി പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേറൊരു റോഡ് കാണും. നമ്മൾ ഇറങ്ങി വരുന്നത് ആ വഴിയിൽ കൂടെ ആയിരിക്കും. കാരണം ഈ ഹൈവേ കൂടെ പോയിട്ട് നമുക്ക് അതിലെ കൂടെ ഇറങ്ങി വരാൻ സാധിക്കും. അപ്പം ജസ്റ്റ് ഈ റോഡ് ഹൈവേ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ടു ലൈൻ റോഡാണ്. കുറച്ച് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അത് സിംഗിളായിട്ട് അത് ജോയിൻ ആവും. എന്നിട്ട് അത് കാരണം അവിടെ ആ ഒരു സ്ഥലത്ത് ഇട കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ റോഡ് ഇതാവുന്നത് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ നമ്മുടെ ഇവിടുത്തെ ടെറൈൻ. അത്യാവശ്യം നല്ല നേരെ കിടക്കുന്ന വഴികളും ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ എല്ലാത്തിലെയും കുറ്റം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇവിടെ വന്നപ്പം പെട്ടെന്ന് എനിക്കൊരു ഷോക്ക് ഉണ്ടായിരുന്നു ഈ ഒരു കയറ്റമൊക്കെ കണ്ടപ്പം. ആ ഒരു ഷോക്ക് ഇനി ഇവിടെ വരുന്ന ആളുകൾക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഓൾറെഡി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇങ്ങനെ കയറ്റം ഉണ്ടാകുന്ന വഴികളായിരിക്കും. കാരണം നമുക്കിവിടെ പെട്രോൾ അടിക്കുന്ന സമയത്ത് അത് ലാഭകരമായിട്ട് ഇടയ്ക്ക് ഫീൽ ചെയ്യാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് കയറ്റം തുടങ്ങുകയാണ്. ഇതൊരു 50 റോഡാണ്. നമ്മൾ 70 റോഡിൽ നിന്ന് കട്ട് ചെയ്ത് 50 റോഡിലേക്ക് കയറി. അപ്പം ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഓവർ ബ്രിഡ്ജ് റൗണ്ട് അബൌട്ടുകളൊന്നുമില്ല. ഇങ്ങനെ ചെറിയ ലെഫ്റ്റും റൈറ്റും ഒക്കെ എടുത്ത് നമുക്ക് പോവാം. ഇത്ര ഹൈവേ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു റോഡിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതുണ്ടോ, ഇവിടെ ഒരു ഇങ്ങനെ കുഞ്ഞി വഴിയിലോട്ട് നമ്മളിനി മാറുകയാണ്. ഇനിയിപ്പം പോകുന്ന വഴികളെല്ലാം ഏകദേശം ഈ ഒരു സെറ്റപ്പിലായിരിക്കും, ചെറിയ വഴികളായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുക്കുകയാണ്. നമുക്ക് ഈ ഒരു വഴിയിൽ കൂടെ നമുക്ക് ബെയിൻ ടെറസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോഡുണ്ട്. ആ റോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നല്ല കുഞ്ഞു സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ആളുകൾ വീട് റെൻറ്റ് എടുക്കാറുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ളൊരു, അതായത് ഹോസ്പിറ്റലിൽ വന്ന് താമസിക്കുന്ന, അതായത് നമ്മൾ ഹോസ്പിറ്റൽ ജോലികൾക്ക് വേണ്ടി വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇത്രയും ദൂരത്ത് ഇതൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 പേര് ഡ്രൈവ് ചെയ്യും എന്നുണ്ടെങ്കിൽ 2 വണ്ടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നൈസായിട്ട് താമസിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹില്ലി ആയിട്ടുള്ള സ്ഥലത്ത് എന്നിട്ട് നമുക്ക് താഴെ ആ സിറ്റിയുടെ വ്യൂ, ഒരു ഓവർ വ്യൂ എല്ലാ ദിവസവും കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയൊരു സ്ഥലമാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു റോഡ് പറയുന്നത് ബെയിൻ ടെറസ് റോഡ് എന്നാണ് പറയുന്നത്. നമുക്കിങ്ങനെ പല പേരുകളിലാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു ജംഗ്ഷൻ, അതായത് ജംഗ്ഷൻ ഒരു കുഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ, ചെറിയ 2-3 കടകളൊക്കെ ഉണ്ട്. ഇതൊരു ട്രവാലിൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ട്രവാലിൻ റോഡിലൂടെ നമ്മളിങ്ങനെ ആണ് താഴോട്ടിറങ്ങി പോകുന്നത്. ഇവിടെ ചെറിയൊരു ഫാർമസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗ്രോസറി ഷോപ്പുണ്ട്, grocer.com എന്നാണ് അതിൻ്റെ കടയുടെ പേര്. പിന്നെ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഈ ഒരു റോട്ടിലൂടെ കയറാൻ പോവുകയാണ്. അപ്പം ഇവിടുത്തെ അത്യാവശ്യം മറ്റൊരു മല
മല എന്ന് പറയുന്നതാണ്, മറ്റൊരു കുന്നാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ നേരത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഓട്ടോമാറ്റിക് വണ്ടികൾ വളരെ അത്യാവശ്യമാണ് ഇവിടെ വരുന്ന സമയത്ത്. അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, എസ്പെഷ്യലി ഫ്രം UK, ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക്, അതായത് മാനുവലായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് കാർസ് നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാം. കാരണം ഇവിടെ ഓട്ടോമാറ്റിക് വണ്ടികളാണ് ഏറ്റവും കൂടുതലായിട്ടും ഉള്ളത്. കാരണം ഇവിടുത്തെ ഈ ഒരു ടെറൈൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് വണ്ടികളാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. സോ ഞാൻ ഓൾറെഡി ഈ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒന്ന് പോയി കാണും, ഞാൻ മോഡിൽ ലിങ്ക് ചെയ്തേക്കാം, അല്ല താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ടു ഫൈൻഡ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിലേക്കൂടെ ഒന്ന് പോയി ഞാനൊരു ചെറിയൊരു കയറ്റം ഇറക്കമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് കാണിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഒരു ഹെയർ പിന്ന് പോലത്തെ ഒരു റോഡ് ഇങ്ങനെ കാണിച്ചായിരുന്നു. ഒരു കുഞ്ഞി ഹെയർ പിൻ, കുറച്ച് കയറാനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നടന്ന് പതുപ്പം കേട്ടോ, അത് വേറൊരു കാര്യം. ഇതിപ്പം നമ്മളുടെ ഇവിടുത്തെ ഫേമസ് കാറ്ററാഷ് ഗോർജ്. ഞാൻ നേരത്തെ ആ ഹൈവേ കൂടെ കയറിയ സമയത്ത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വേറൊരു വഴിക്ക് വരുന്ന. അപ്പോൾ ആ വഴിയുടെ സൈഡിൽ കാണുന്ന ഒരു നമ്മുടെ ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കാറ്ററാഷ് ഗോർജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു ടേൺ ഉണ്ട്. ഇത് ഈ റോഡിൻ്റെ പേര് സൗത്ത് എസ്ക് റോഡ് എന്നാണ്. അപ്പോൾ താഴെ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നൈസായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലോ ആയിട്ട് എടുത്ത് കാണിക്കാം, കാരണം എനിക്ക് ഇവിടെ വണ്ടി വരുന്ന കാണാൻ പറ്റുന്നില്ല. ഓക്കെ, വണ്ടിയൊന്നുമില്ല. നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കാറ്ററാഷ് ഗോർജിൻ്റെ ഒരു ഭാഗം. ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല, ബട്ട് ഫോർ ദ വീഡിയോ പേർപ്പസ് ഞാൻ ജസ്റ്റ് ഒന്ന് ചവിട്ടി കാണിക്കുകയാണ്. ഈ കാടും കുന്നും മലയൊക്കെ കാണുന്നില്ലേ, അതിൻ്റെ മുകളിൽ ഒരു വീട് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയത്തില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ കാറ്ററാഷ് ഗോർജ് എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലോൺ സിസ്റ്റമിൽ വരാറുള്ളത്. സോ നിങ്ങൾക്ക് വരുമ്പം തീർച്ചയായിട്ടും കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കാറ്ററാഷ് ഗോർജ്. ഇവിടെ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷെ കുറേ നടന്ന് കാണാനുണ്ട്. ട്രക്കിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ആൾക്കാരുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. വടിയും കുത്തിപ്പിടിച്ച് ബാഗും തൂക്കി ഫുഡും കളക്ട് ചെയ്ത് ഒരൊറ്റ പോക്കാണ്. എവിടെയെങ്കിലും കാടിൻ്റെ ഏതൊരു ഭാഗത്ത് പോയിരുന്നിട്ടായിരിക്കും പിന്നെ ബാക്കി ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഇതുണ്ട്, സിറ്റിയുടെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമുക്കിങ്ങനത്തെ ഇത്രയും കുന്നിന് മുകളിൽ നിന്ന് സിറ്റിയുടെ ഒരു ഭാഗവും കാണാം. ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ തരുന്ന ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൂടെയൊക്കെ സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ച് വരുന്ന നമ്മളൊക്കെ എല്ലാ ദിവസവും ഇത് എൻജോയ് ചെയ്താണ് പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഓടിച്ചോടിച്ച് മടുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് കിട്ടുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യും. ട്രിപ്പ് മീൻസ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞായിരുന്നു, ഊബർ ഈറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാന വരുമാനം അതാണ് ഇപ്പം നിലവിലത്തെ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇതുപോലുള്ള റോഡുകളിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, ട്രിപ്പ് പിക്ക് ചെയ്യാൻ പറ്റും ഏത് സ്ഥലത്തേക്കുള്ള സാധനം നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതുപോലെ സ്ഥിരമായിട്ട് ഇതിലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. കാരണം സ്ഥലം കാണാമെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പം നമ്മളിവിടുന്ന് വേറൊരു വഴിക്ക് തിരിഞ്ഞ് പോവുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു നമ്മളൊരു വേറൊരു വഴിയിലാണ് തിരിച്ചു പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിലേക്കൂട്ടുള്ള കുഞ്ഞു കുഞ്ഞു സൈഡിലൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ. വളരെ നല്ല മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ ആൾക്കാർ പണിതിട്ടുണ്ട്. ഒരു ഗ്രാമീണത, നമ്മുടെ നാട്ടിലൊക്കെ വീട് പണിത് താമസിക്കത്തില്ലേ, അതായത് എല്ലാവരും ഇതിപ്പോൾ ഞാൻ ഏറ്റുമാനൂരാണ് താമസിക്കുന്നത്. എല്ലാവരും ഏറ്റുമാനൂർ ടൗണിലൊന്നും അല്ല വീട് വെക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കുറച്ച് മാറിയുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ എൻ്റെ തറവാടൊക്കെ ഇതുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നല്ല വീടൊക്കെ കെട്ടി നല്ല രീതിയിൽ സെറ്റിലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇങ്ങനെ എന്നാ പറയുക, കാട്ടുമൂക്ക് എന്നൊക്കെ പറയുന്ന കുറേ മെയിൻലാൻഡിലെ ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ ആ ഒരു കാര്യത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇവിടെ പ്രകൃതിയായിട്ടാണെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നെഗറ്റിവിറ്റി ഒരിക്കലും നിങ്ങളെ ബാധിക്കരുത് ഇങ്ങോട്ട് വരുന്ന ആളുകൾ. കാരണം ഓസ്ട്രേലിയയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ വലിയ സിറ്റികളിലും ഇറ്റ്സ് ഓവർ സാച്ചുറേറ്റഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് എന്നെ ആരും തെറി വിളിക്കാൻ വരരുത്, ഓവർ സാച്ചുറേറ്റഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം. ഇവിടെ സെറ്റിൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് തീരുമാനിക്കാം. ഇവിടെ വിസ കിട്ടാൻ എളുപ്പമുള്ളതുകൊണ്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് ടാസ്മാനിയ.
എന്തിനാണ് ഈ ന്യൂസിലാൻഡ് ക്യാപ്പൊക്കെ കഴിഞ്ഞ് ഓസ്ട്രേലിയയിലെ വലിയ വലിയ സിറ്റികളിലേക്ക് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുന്നത്? അവിടെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല മക്കളെ. നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കും. ഞാനിപ്പോൾ ചേച്ചിമാരായിട്ടുള്ള ആളുകളൊക്കെ എടുത്താണ് പറയുന്നത്, ചേച്ചിമാരെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ 2-3 വീഡിയോ ഒക്കെ കണ്ടു, അതിനേക്കാളും പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഇതൊന്ന് പറയാം എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പം നേരെ ഒരു കുത്തനെ കയറ്റം കാണിച്ചില്ല, ആ കയറ്റത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ സ്ഥലം കാണുന്നത് കാറ്ററാജ് ഗോർജാണ്, നമ്മളുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ പണ്ട് ട്രാം പോയിക്കൊണ്ടിരുന്നതാണ്. ട്രാം നമ്മുടെ ട്രെയിനിൻ്റെ ഒരു സാധനമാണ് ട്രാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ജസ്റ്റ് സെർച്ച് നോക്കുക, TRAM, ട്രാം സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിലെ കൂടെ. അപ്പം അന്നത്തെ പഴയ ഫോട്ടോകളൊക്കെ നമ്മളുടെ ഇവിടുത്തെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ വരാറുണ്ട്, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. നമ്മളിവിടുത്തെ ഗ്രൂപ്പുകളിലൊക്കെ മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാമല്ലോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്നത് പെനി റോയലിൻ്റെയും ബാക്കിയായിട്ടുള്ള ലെഷർ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടൽ സർവീസുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. സെറ്റിൽ ഡൗൺ അല്ല, ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്നതും ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. നമ്മളിനി സിറ്റിയുടെ ഒരു ചെറിയൊരു ഭാഗത്തൂടെ ഒന്ന് ട്രാവൽ ചെയ്തിട്ട് പോവുകയാണ്. കാരണം സിറ്റിയിലും കുറച്ച് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ സൈഡിൽ ഉള്ള വണ്ടികൾ ഇടിച്ചു കയറി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ധൃതിയുള്ള ആൾക്കാരാണ്. ഒട്ടും വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലാത്ത ആൾക്കാരാണ്. ശരിക്കും ഞാൻ പോയി കഴിഞ്ഞിട്ട് അവരെന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്, അതാണ് ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ സൈഡിലുള്ള വണ്ടി റേസ് ചെയ്ത് കയറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ഡ്രൈവിംഗ് കുറച്ച് UK-യുടെ സെയിം റൂളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ആ ഒരു റോഡിൻ്റെ സ്പ്ലിറ്റിങ് ഇതുകൊണ്ട് ഇപ്പോൾ ഇതൊരു ഒറ്റ റോഡായിട്ടാണ് പോകുന്നത്. ഇപ്പം ആ ഒറ്റ റോഡായിട്ട് പോകുന്ന സംഭവം 2ആയിട്ട് സ്പ്ലിറ്റായി. ഞാൻ ഈ ഒരു ലെഫ്റ്റ് ടേൺ എടുത്ത് കാണിക്കാം, ഞാൻ എപ്പോഴും റൈറ്റ് നിന്നിട്ടാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. ഉണ്ടോ, ഈ 2 വണ്ടിക്കും പ്രയോറിറ്റി ഉണ്ട്. നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നുണ്ട് ലോൺസെസ്റ്റൺ ഫയർ സ്റ്റേഷൻ. റൈറ്റ് സൈഡിൽ ആ ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഫ്ലാഗും അതുപോലെ തന്നെ നമ്മുടെ അബ്രോജിനൽ ആ ഒരു ഇതിൻ്റെ ഫ്ലാഗുകളും വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു വൈറ്റ് കാർ പോയി, അതിനുശേഷം ഈ കാറിനെ എനിക്ക് ഫോളോ ചെയ്യാം സ്ട്രൈറ്റ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു റോഡിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഞാൻ ബേസിക് ഒരു കാര്യം മാത്രമാണ് ഇവിടുത്തെ സിറ്റിയുടെ റോഡുകളെ പറ്റിയിട്ട് കാണിച്ചിട്ടുള്ളൂ. ഞാൻ കൂടുതലൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാനുള്ളതാണ് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കേട്ടോ. അപ്പം ദിസ് ഈസ് ഓൾ അബൌട്ട് ലോൺസെസ്റ്റൺ റോഡ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ഒത്തിരി ആളുകളുണ്ട്. ഓക്കെ, അവരുടെ അടുത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു പർപ്പസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും എൻ്റർടൈൻമെൻറ്റ് ലെവൽ വീഡിയോസൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നമ്മളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിടുന്ന വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹൃദയമെങ്കിലും തന്ന് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്തൂടെ. ഒരു ഹാർട്ടൊക്കെ തരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയണേ, നമ്മളുടെ യൂട്യൂബിൽ നമുക്ക് വീഡിയോ ഇടുന്നതിനൊരു പ്രചോദനമായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വളരെ താഴ്മയായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു സബ്സ്ക്രിപ്ഷൻ ആവശ്യപ്പെടുകയാണ്. കാരണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകളുടെ കൗണ്ട് എൻ്റെ ചാനലിൽ 78.6% ആണ്. റീസെൻ്റ്ലി ഞാൻ നോക്കിയതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ബൈ സബ്സ്ക്രൈബിങ്. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സബ്സ്ക്രിപ്ഷന് ചാർജും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ടാസ്മാനിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുത്തിട്ടുണ്ടോ, ഒന്ന് ഉറപ്പായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, ഞാൻ റിപ്ലൈ ചെയ്യും കേട്ടോ. ഇനി അങ്ങനെ ജാട ചെയ്യുന്നുണ്ട്, നമ്മൾ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം എനിക്ക്, നോ വറീസ്. അപ്പം സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.